Good morning, all. Good morning. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Good morning, ma'am. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റെഫറൻസ് ചെക്കും മെത്തേഡ്സ് ഓഫ് റെഫറൻസ് ചെക്കും ആണ് പറഞ്ഞു നിർത്തിയത്. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അല്ലേ, അവിടെ വരെയല്ലേ പറഞ്ഞിരിക്കുന്നേ? ദെൻ നമ്മൾ ഇനി നോക്കുന്നത് സെലക്ഷൻ ആൻഡ് ഹയറിംഗ് ഡിസിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അത് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ടല്ലേ? അത് പറഞ്ഞു, ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ. ടിപ്സ് വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ലാസ്റ്റ് ഇവിടെ നിർത്തിയൊരു ഡൗട്ട്. ടിപ്സ് ഫോർ മേക്കിംഗ് റൈറ്റ് ഹയറിംഗ് ഡിസിഷൻ വരെയെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. നോക്കുമോ? ടിപ്സ് വരെയല്ലേ പറഞ്ഞു നിർത്തിയിരിക്കുന്നേ? ഓക്കെ, ഇനി നമ്മളിപ്പോ ഹയറിംഗ് ഡിസിഷൻ എടുത്തു. ഇനി എംപ്ലോയർ എന്ത് ചെയ്യും? എംപ്ലോയർ ജോബ് ഓഫർ, എംപ്ലോയ്മെന്റ് ഓഫർ, ജോബ് ഓഫർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? അത് ആർക്ക് പാസ് ചെയ്യും? എംപ്ലോയിക്ക് പാസ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഇനി നടക്കുന്നത്. ജോബ് ഓഫർ എന്ന് വെച്ചാല് നമ്മൾ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തു, അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു, ദെൻ റെഫറൻസ് ചെക്ക് കംപ്ലീറ്റ് ആയി, സെലക്ഷൻ ഡിസിഷൻ എടുത്തു, ആളെ സെലക്ട് ചെയ്യണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. നമ്മൾ ഇത് ചെയ്യുന്ന സ്റ്റെപ്പാണ് ജോബ് ഓഫർ. നമ്മൾ ആ ഒരു ഓഫർ ലെറ്റർ കൊടുക്കുകയാണ്. ദ ഓഫർ ഓഫ് ദ എംപ്ലോയ്മെന്റ് ഈസ് കോൾഡ് ജോബ് ഓഫർ. നമ്മൾ ആ കൊടുക്കുന്ന ആ ജോബ് ഓഫറിനെ, ആ ഒരു എംപ്ലോയ്മെന്റ് ഓഫറിനെയാണ് നമ്മൾ ജോബ് ഓഫർ എന്ന് ഒഫീഷ്യലായിട്ട് പറയുന്നത്. It is an official communication on the part of the employer to the applicant. നമ്മൾ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് എംപ്ലോയർ ആപ്ലിക്കന്റിന് കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ. ആ ഒരു ജോബിനെ കുറിച്ചിട്ട് കൺഫേം ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് ജോബ് ഓഫർ. In which the employer offer the job to the applicant. അപ്പോ ഈ ഒരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? എംപ്ലോയർ ജോബ് ഈ ഒരു ആപ്ലിക്കന്റിന് കൊടുത്തു. It can be either oral, maybe oral ആകാം, ചിലപ്പോൾ ടെലിഫോൺ വഴി ആയിരിക്കും ജോബ് ഓഫർ കോൾ ചെയ്തിട്ടായിരിക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത്. കൺസേർഡ് ഓൺ ടെലിഫോൺ ഓർ ക്യാൻ ബി ഇൻ റിട്ടേൺ, ചിലപ്പോൾ മെയിൽ ആയിരിക്കും അയക്കുന്നത്, റിട്ടേണും ആവാം. ഇൻ ദ ഫോം ഓഫ് എ ലെറ്റർ, മേ ബി ഒരു ലെറ്റർ ആയിരിക്കും. നമ്മുടെ PSC ജോബ് ഓഫർ വരുന്നത് എങ്ങനെയാണ്? ലെറ്റർ ആണ്. ഓർ ത്രൂ ഇലക്ട്രിക് മീഡിയ ലൈക്ക് ഇമെയിൽ, ഇലക്ട്രോണിക് മീഡിയ ആയിട്ടുള്ള ഇമെയിൽ വഴിയായിട്ട് നമുക്ക് ജോബ് ഓഫർ സാധാരണയായിട്ട് വരാറുണ്ട്. When the offer is in written form, offer written form ആണെങ്കിൽ it should be clearly mentioned designation, നമ്മുടെ ജോബിന്റെ ഡെസിഗ്നേഷൻ ഏതാണെന്ന് ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. സാലറി എത്രയാണെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ്, ഡേറ്റ് എത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്യണം. ആൻഡ് എനി പർട്ടിക്കുലർ ടേംസ്, ഇനി ജോബ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ ടേംസ് അതിൽ പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് കണ്ടീഷൻ ഓഫ് ദ എംപ്ലോയ്മെന്റ്, നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻ പറയുന്നുണ്ട്, എംപ്ലോയ്മെന്റിൽ എന്തെങ്കിലും കണ്ടീഷൻസും കാര്യങ്ങളും, ചിലപ്പോൾ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർലി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് ഓഫ് നോൺ അക്കാഡമിക് ഹയറിംഗ്, ബിഫോർ ഗിവിംഗ് ദ ജോബ് ഓഫർ ഇറ്റ് ഈസ് നെസസറി ടു ഗെറ്റ് ഓൾ ദ ഡോക്യുമെന്റ് വെരിഫൈഡ്. നോൺ അക്കാഡമിക് ഹയറിംഗ് ആണെങ്കിൽ നമ്മൾ ജോബ് ഓഫർ കിട്ടുന്നതിന് മുമ്പ് ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കൂടി ഉണ്ട്. നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. Authorized and the employee should be clearly explain the terms and condition regarding the job by the human resource department. Human resource department നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യണം. അതേപോലെ നമ്മള് ജോബിനെ കുറിച്ചിട്ട് അവര് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ആ ജോബിനെ കുറിച്ചിട്ടുള്ള എല്ലാ കണ്ടീഷൻസും ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും ക്ലിയർലി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. Once the employee signs the offer letter, നമുക്ക് ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് അക്സെപ്റ്റ് ഓൾ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ, അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? നമ്മുടെ കമ്പനിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ഫോളോ ചെയ്യാൻ അവര് ഇങ്ങനെയാണ് കേപ്പബിൾ ആണ് അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആണ് എന്നാണ്.
the offer become legally binding on both employee and employer. Employee ആ ഒരു ഓഫർ സൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ പറഞ്ഞത് ജോബ് ഓഫർ ആണ്. ജോബ് ഓഫർ ഫോർ ദ എംപ്ലോയ്മെന്റിനെയാണ് നമ്മൾ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആണ് ജോബ് ഓഫർ അല്ലെങ്കിൽ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. ഓഫർ മേ ബി നമുക്ക് ഓറൽ ആകാം, റിട്ടേൺ ആവാം, ടെലിഫോൺ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. റിട്ടേൺ ആയിട്ടുള്ള ലെറ്ററോ ഇമെയിൽ വഴി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി റിട്ടേൺ ഓഫർ ആണെങ്കിൽ ആ റിട്ടേൺ ഓഫറിൽ ആ ജോബിനെ കുറിച്ചിട്ട് അതിന്റെ ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടുണ്ടാവും, സാലറി എത്രയാണെന്ന് ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാണ് ജോയിൻ ചെയ്ത ഡേറ്റ്, അതുപോലെ തന്നെ പർട്ടിക്കുലർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തെങ്കിലും എടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതും ആ ഒരു ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുണ്ടാവും. ദെൻ ചില കേസുകളിൽ ചില ഓർഗനൈസേഷനിൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആ ജോബിനെ കുറിച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസും കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇനി എംപ്ലോയി ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും നമ്മൾ ഫോളോ ചെയ്യുന്നു എന്നാണ് മീനിങ് വരുന്നത്. സോ പിന്നീട് നമ്മൾ അവിടെയുള്ള എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനും എന്താണ് ബാധ്യസ്ഥരായിട്ട് മാറും. അവരുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മളും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫോളോ ചെയ്യുന്നതായിട്ട് വരും. ഈ ടൈപ്സ് ഓഫ് ജോബ് ഓഫർ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് ടൈപ്സ് ഓഫ് ജോബ് ഓഫർ മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടീഷണൽ ഓഫർ ഉണ്ടെന്ന്. അപ്പൊ കണ്ടീഷണൽ ബേസിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ. കോമ്പൻസേഷൻ ഡിസിഷന്റെ ബേസിൽ നമ്മൾ ജോബ് ഓഫർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷൻ, depending on the condition applied by the employer, an offer can be the following type. ഒരു ഓഫർ താഴെ പറയുന്ന രീതിയിലാവാം. കണ്ടീഷണൽ ജോബ് ഓഫർ. Conditional job offer, when an organization puts forward these types of job offer, it implies that applicant is offered a job which is subject to the condition put forward by the employer. ഇങ്ങനെ കണ്ടീഷണൽ ജോബ് ഓഫർ ആണെങ്കിൽ നമ്മുടെ എംപ്ലോയർ ഒരു കണ്ടീഷൻ ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനൊരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബിൽ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയും. The condition may include undergoing tests such as drug test, background verification, or any other clause put by the employer. ചിലപ്പോ ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഡ്രഗ് ടെസ്റ്റ് ചെയ്യണം എന്നായിരിക്കും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ചെയ്യാൻ ഉള്ള പെർമിഷൻ ആകാം, അങ്ങനെ എന്തും കണ്ടീഷൻ ആവാം. ഓക്കെ, എനി അതർ ക്ലോസ് ഏതൊരു ക്ലോസ് ആവട്ടെ, എംപ്ലോയർ ഫോർവേഡ് ചെയ്യുന്ന ഏതൊരു ക്ലോസും നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതാണ് കണ്ടീഷണൽ ഓഫർ. നമ്മൾ ആ ഒരു ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താണ് വിധേയത്തിൽ വരും, നമ്മളത് പെർമിഷൻ കൊടുക്കുകയാണ്. ദാറ്റ് ഈസ് ടേക്കൻ കെയർ ഓഫ് ബിഫോർ ഫൈനലൈസിംഗ് ദ ഓഫർ. നമ്മൾ ആ ഓഫർ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. These conditions must be accepted by the applicant. ഈ ഒരു കണ്ടീഷൻ ആപ്ലിക്കന്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ when an offer is made conditionally, ഈ ഒരു കണ്ടീഷണൽ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓഫർ നമ്മൾ പിന്നീട് പറയുന്നത് ഇതാണ് കണ്ടീഷണൽ ജോബ് ഓഫർ എന്നാണ്. എംപ്ലോയി is not legally bound until he agree to the terms and conditions. അപ്പോ അദ്ദേഹം ലീഗലി ബൗണ്ട് അല്ല, അദ്ദേഹം ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനെ എഗ്രി ചെയ്യുന്നത് വരെ ലീഗലി ബൗണ്ട് അല്ല. എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ലീഗലി ബൗണ്ട് ആയിട്ട് മാറും. മെൻഷൻ ഇൻ ഓഫർ ലെറ്റർ ആൻഡ് മീറ്റ് ഓൾ ദ സ്പെസിഫൈഡ് റിക്വയർമെന്റ്. ഇനി ലീഗലി അക്സെപ്റ്റ് ചെയ്തു, സൈൻ ചെയ്തു, ഓഫർ ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന എല്ലാ കണ്ടീഷൻസും എല്ലാ സ്പെസിഫിക് റിക്വയർമെന്റ്സും ഫോളോ ചെയ്യാനായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ട് വരും. കണ്ടീഷണൽ ജോബ് ഓഫർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ജോബ് കൊടുക്കുന്നതിനോടൊപ്പം ഒരു സ്പെസിഫിക് കണ്ടീഷൻ നമ്മളോട് പറയും. ആ ഒരു കണ്ടീഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഫൈനൽ ഓഫർ ആണ്. ഈ കണ്ടീഷണൽ ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഓഫർ ലെറ്റർ ആണ്. When the applicant is given a final offer letter, he is not required to fulfill any condition. ഫൈനൽ ഓഫർ ലെറ്റർ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഈ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ടില്ല. The moment the applicant accepts the job, he became legally bound to the terms and conditions of the organization's employment contract. അപ്പൊ നമ്മൾ ആ ഒരു ഫൈനൽ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
പിന്നീട് നമ്മൾ ആ ഒരു കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് മാറി ലീഗലി നമ്മൾ കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിന് ലീഗലി ബൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷൻ രണ്ടായിട്ട് നമ്മൾ ഓഫറിനെ ജോബ് ഓഫറിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടീഷണൽ ജോബ് ഓഫർ, ഫൈനൽ ജോബ് ഓഫർ. കണ്ടീഷണൽ ജോബ് ഓഫറിൽ നമ്മൾ ഈ ജോബ് ഓഫറിനൊപ്പം നമ്മൾ കണ്ടീഷനും കൂടി ഫോർവേഡ് ചെയ്യും. എംപ്ലോയർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടീഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും, അത് ഫുൾഫിൽ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു എംപ്ലോയി ലീഗലി ബൗണ്ട് ആണ്. ആ കണ്ടീഷൻ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നത് വരെ അദ്ദേഹം ലീഗലി ബൗണ്ട് അല്ല. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീഗലി അദ്ദേഹം ആ ഒരു കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ഈ ഫൈനൽ ജോബ് ഓഫറിൽ വേറെ കണ്ടീഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യേണ്ട. അതാണ് ഫൈനൽ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. ആപ്ലിക്കേറ്റ് ഈ ഫൈനൽ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ he is legally bound to the terms and conditions of the organization employment contract. നമ്മൾ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തു, സൈൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കമ്പനിയുടെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസിനും എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് എടുത്തത് ജോബ് ഓഫർ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആണ്. ഒരു എംപ്ലോയറെ റിക്രൂട്ട് ചെയ്യുന്നതിൽ എംപ്ലോയിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് ഓഫർ ലെറ്റർ കിട്ടുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത് വളരെ അതിൽ കൂടുതൽ കുറെ റിട്ടേൺ ആണെങ്കിൽ, റിട്ടേൺ ഓഫർ ലെറ്റർ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കിയത്. ഒന്ന് റീഡ് ചെയ്യും. ജോബ് ഓഫർ, ടൈപ്സ് ഓഫ് ജോബ് ഓഫർ, ഓൺ ദ ബേസ് ഓഫ് കണ്ടീഷൻ ഒന്ന് റീഡ് ചെയ്യും. റീഡ് ചെയ്തോ? ഇനി കോമ്പൻസേഷന്റെ ബേസിൽ, കോമ്പൻസേഷൻ ഡിസിഷന്റെ ബേസിൽ നമ്മുടെ ജോബ് ഓഫറിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ ഈസ് ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫർ ചെയ്യുന്ന ജോബ് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും അതിന്റെ ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സാലറി, ഇൻസെന്റീവ്സും കാര്യങ്ങളും വളരെ കുറവായിരിക്കും ലോ ജോബ് ഓഫറിൽ നമ്മൾ എന്താ പറയാ എംപ്ലോയിക്ക് ഓഫർ ചെയ്യുന്നത്. ദെൻ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ടൈപ്പ് ജോബ് ഓഫർ ആണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഈ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫറിനെ സംബന്ധിച്ച് നമ്മള് മറ്റ് അതേ ജോബ് മാർക്കറ്റില് എത്ര റേറ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്,
മാർക്കറ്റ് റേറ്റ് നോക്കും, മാർക്കറ്റ് കോമ്പറ്റീറ്റീവ് റേറ്റ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ഈ ജോബ് ഇപ്പൊ അക്കൗണ്ടന്റ് ആണ് വിചാരിക്കും. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് അവരുടെ അക്കൗണ്ടിന് എത്ര രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും എമൗണ്ട് നമ്മളുടെ അക്കൗണ്ടിന് നമ്മൾ കൊടുക്കും. അതാണ് കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ഹൈ ജോബ് ഓഫർ. എന്ന് വെച്ചാൽ നമ്മുടെ എംപ്ലോയീസിന് കൂടുതൽ മോണിറ്ററി ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും, ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ ഹൈ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫറാണ് ഹൈ ജോബ് ഓഫർ എന്ന് പറയുന്നത്. മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫീൽഡിൽ തന്നെ ഏറ്റവും മാക്സിമം എമൗണ്ട് ഓഫ് സാലറി ആയിരിക്കും മാക്സിമം ജോബ് ഓഫറിൽ എംപ്ലോയിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്യാരണ്ടി ചെയ്യുന്നത്. അപ്പൊ ഓൺ ദ ബേസ് ഓഫ് കോമ്പൻസേഷൻ ഡിസിഷൻ നമ്മൾ ജോബ് ഓഫറിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നും നോക്കാം. ഡിപ്പെൻഡിങ് ഓൺ കോമ്പൻസേഷൻ ഡിസിഷൻ ഓഫർ ലെറ്റർ ക്യാൻ ബി ഡിവൈഡ് അണ്ടർ ദ ഫോളോയിങ് കാറ്റഗറി. താഴെ പറയുന്ന രീതിയിൽ നമുക്ക് ഓഫർ ലെറ്ററിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വരുന്നതാണ് ലോ ജോബ് ഓഫർ. ദ ടൈപ്പ് ഓഫ് ഓഫർ ഈസ് വിച്ച് ദ എംപ്ലോയർ കോസ്റ്റ് ഓഫ് ഹയറിംഗ് ഈസ് കെപ്റ്റ് ലോ. ഈ ശരിക്കും പറഞ്ഞ ഈ ഒരു ടൈപ്പ് ഓഫ് ഓഫർ നമ്മൾ ഫോളോ ചെയ്യുന്നതിനാണ് ഹയറിംഗ് കോസ്റ്റ് കുറയ്ക്കാനും അവർക്ക് മാക്സിമം മിനിമം എമൗണ്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് മാക്സിമം പോസിബിൾ എക്സ്റ്റെന്റ് എത്ര വരെ കുറച്ച് കൊടുക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ലോ ജോബ് ഓഫർ ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ലോ ജോബ് ഓഫർ. ഈ ഒരു ഓഫറിനെയാണ് ജോബ് ഓഫറിനെയാണ് ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. എംപ്ലോയർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട്. ദ കോമ്പൻസേഷൻ പാക്കേജ് offered along with the benefits and incentives is below the market rate. അപ്പോ ലോ ജോബ് ഓഫർ ആണെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോമ്പൻസേഷൻ പാക്കേജ് ആവട്ടെ അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ്സും ബെനിഫിറ്റ്സും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ വളരെ കുറവായിരിക്കും. നെഗോഷിയേറ്റിംഗ് ഓൺ ഓഫർ ഫാർ മൈറ്റ് ബി ഡിനൈഡ്. ഇത് നമ്മള് എന്താ പറയുക അതിന് കുറച്ചും കൂടി കൂട്ടി തരണം എന്ന് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓഫർ നമ്മൾ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് മാർക്കറ്റിൽ എംപ്ലോയീസ് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. സോ നമുക്ക് എംപ്ലോയറിനെ സംബന്ധിച്ചുള്ള പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് കൊടുത്താലും ഇതേ വർക്ക് ചെയ്യാനായിട്ട് നിന്നെ പോലെ 100 പേര് വരും. അതുകൊണ്ട് ലോ ജോബ് ഓഫർ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്ക് അത്രയും പൈസ കൊടുത്താൽ മതി, ഒരുപാട് എംപ്ലോയീസിന് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഒക്കെ കൂടുതലായിട്ടുള്ള ഒരു മാർക്കറ്റിലാണെങ്കിൽ ലോ ജോബ് ഓഫർ കുറച്ചും കൂടി എംപ്ലോയറിനെ സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആണ്. ഇനി അവരെ എന്ത് ചെയ്യുന്ന നെഗോഷിയേറ്റ് ചെയ്യാണ് വെച്ചിട്ടുണ്ടെങ്കിൽ തർക്കിക്കുകയാണെങ്കിൽ ആ ഒരു ഓഫർ നമ്മൾ അവിടെ വെച്ച് ക്യാൻസൽ ചെയ്ത് ആ ഒരു ജോബ് വേറൊരാളെ assign ചെയ്ത് കൊടുക്കും. The organization that work on cost leadership strategy might look forward to going for low job offer as it control labor cost. സാധാരണയായിട്ട് ഓർഗനൈസേഷൻ എന്തുകൊണ്ടാണ് ഈ ലോ ജോബ് ഓഫർ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ലേബേഴ്സിന് വരുന്ന ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോ ജോബ് ഓഫർ അവർ കൊടുക്കുന്നത്. ബട്ട് ദിസ് ഈസ് നോട്ട് മച്ച് എഫക്റ്റീവ് ഫ്രം ദ പെർസ്പെക്റ്റീവ്സ് ഓഫ് ദ ടാലന്റ് റിറ്റൻഷൻ. നല്ല ടാലന്റ് ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനൊക്കെ നമ്മൾ ലോ ജോബ് ഓഫർ ആണ് കൊടുക്കുന്നെങ്കിൽ ഒരു കാരണവശാലും അവർ നമ്മുടെ കമ്പനിയിൽ എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. അവർക്ക് അതിന്റെ എമൗണ്ട് ഓഫ് സാലറി കിട്ടും. അപ്പൊ അതുകൊണ്ട് അവർ എന്ത് ചെയ്യും, നമ്മുടെ കമ്പനിയിൽ ക്വിറ്റ് ചെയ്ത് മറ്റു കമ്പനിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് ദിസ് ഈസ് നോട്ട് മച്ച് എഫക്റ്റീവ് from the perspectives of the talent retention, as high proficient applicant would not accept a low job offer. അപ്പൊ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള നല്ല ടാലന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണെങ്കിൽ അവർ ഒരിക്കലും ലോ ജോബ് ഓഫർ എന്ത് ചെയ്യില്ല, അക്സെപ്റ്റ് ചെയ്യില്ല. എന്താണ് ലോ ജോബ് ഓഫർ എന്ന് മനസ്സിലായോ? അവർക്ക് കോമ്പൻസേഷൻ പാക്കേജ് വളരെ ലോ ആയിരിക്കും, മാർക്കറ്റ് റേറ്റിനേക്കാളും കുറവായിരിക്കും കമ്പനി ഓഫർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു റേറ്റിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയാ, കമ്പനിയെ സംബന്ധിച്ച് എന്താണ് ലേബർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാം, ലേബേഴ്സിന്റെ കോസ്റ്റ് കുറയ്ക്കുക എന്നാണ് കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു കേസ് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് ലോ ജോബ് ഓഫർ കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ലോ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യില്ല.
Such offers are also misfit for the important position, especially in the organization following a differentiation strategy or those whose competitive advantage is depend on research, which demand skilled professionals. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊസിഷനുകളിലേക്കൊന്നും ഈ ഒരു ലോ ജോബ് ഓഫർ കൊടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ കമ്പനിയിൽ അത് നിൽക്കില്ല. അപ്പോൾ thus low job offer are not suitable for the top position. ടോപ്പ് പൊസിഷനിലേക്കും ലോ ജോബ് ഓഫർ suitable അല്ല. And it is crucial for the organization to hire talent individuals as leader. അപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ സംബന്ധിച്ച് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ലീഡറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ കമ്പനിയുടെ പോളിസി എങ്ങനെയാണ്, ലോ ജോബ് ഓഫർ ആണ്, ലോ സാലറി ആൻഡ് ബെനിഫിറ്റ്സ് ആയിരിക്കും അവർക്ക് ഓഫർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ കിട്ടില്ല. This strategy works best in filling opening for the position where quality of the employee is not important. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു ജോബ് ഓഫർ ഏത് പൊസിഷന് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആകുന്നത്, അവിടെ എംപ്ലോയീസിന്റെ ക്വാളിറ്റി അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത പൊസിഷൻസിനായിരിക്കും ഈ ഒരു ജോബ് ഓഫർ ആപ്ലിക്കബിൾ ആകുന്നത്. The task need low skilled and professional employees. അപ്പം ഈ ഒരു ലോ സ്കിൽഡ് പ്രൊഫഷണൽ എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ പറയാ ലോ ലെവൽ എംപ്ലോയീസ് ഉണ്ടല്ലോ, ലോവർ ലെവൽ എംപ്ലോയീസ്, അവർക്കായിരിക്കും ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ ആകുന്നത്. ആൻഡ് ഹൈ ടേൺ ഓവർ റേറ്റ് ഈസ് ടോളറബിൾ. ഹൈ ടേൺ ഓവർ റേറ്റ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് എംപ്ലോയീസ് കൊഴിഞ്ഞു പോയാലും പ്രശ്നമില്ലാത്ത ഒരു ജോബിലാണെങ്കിൽ ഈ ഒരു ഓഫർ നമുക്ക് കൊടുക്കാം. Although this strategy can be give adequate applicant, keeping the organization status and the image in danger. നമ്മളിങ്ങനെ ലോ ജോബ് ഓഫർ കൊടുക്കുകയാണെങ്കിൽ അത് ഓർഗനൈസേഷന്റെ സ്റ്റാറ്റസും ഇമേജിനും അതൊരു ഡേഞ്ചർ ആണ്. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ലോ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് കോമ്പൻസേഷൻ ബേസ്ഡ് ഡിസിഷനിൽ ആദ്യം നോക്കിയത് ഫസ്റ്റ് വൺ ഈസ് ലോ ജോബ് ഓഫർ ആണ്. ലോ ജോബ് ഓഫർ എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് ഓർഗനൈസേഷൻ എയിം എന്താണ്, എംപ്ലോയേഴ്സിനെ ഹയർ ചെയ്യുന്ന കോസ്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലോ ജോബ് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ കോമ്പൻസേഷൻ പാക്കേജ് ഓഫർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറവായിരിക്കും നമ്മൾ ഓഫർ ചെയ്യുന്നത്. ഇനി അത് നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തി നമ്മൾ എന്ത് ചെയ്യും, ഡിലേ ചെയ്യും, ആ ഒരു വ്യക്തിയെ നമ്മൾ ഹയർ ചെയ്യുക. കോസ്റ്റ് ലീഡർഷിപ്പ് സ്ട്രാറ്റജി ആണ്. കോസ്റ്റ് എഫക്റ്റീവ് അല്ല, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ ടാലന്റ് റിട്ടൻഷൻ പോസിബിൾ ആവില്ല. ടാലന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ലോ ജോബ് ഓഫർ കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. സോ നമ്മള് കമ്പൽസറി എന്ത് ചെയ്യുന്നതായിട്ട് വരും, നമ്മള് അവർക്ക് ടോപ്പ് പൊസിഷനിലേക്കുള്ള എംപ്ലോയീസിന് ഈ ഒരു ലോ ജോബ് ഓഫർ നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ശരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ദ എംപ്ലോയി എന്ന് വെച്ചാൽ അധികം ക്വാളിറ്റി ഒന്നും വേണ്ടാത്ത എംപ്ലോയീസിനാണ് ഈ ഒരു ജോബ് ഓഫർ കൊടുക്കാൻ പറ്റുള്ളൂ. അൺസ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്, പ്രൊഫഷണൽ എംപ്ലോയീസിനൊക്കെയാണ് ലോ ജോബ് ഓഫർ കൊടുക്കുക. ഇനി നമ്മള് കമ്പനി എപ്പോഴും ലോ ജോബ് ഓഫർ ആണ് കൊടുക്കുന്നത്, നമ്മുടെ കമ്പനിയിലെ എംപ്ലോയീസിന് സാലറി വളരെ കുറവാണ് കൊടുക്കുന്നതെങ്കിൽ അത് കമ്പനിയുടെ പൊസിഷന് ഒരു ഡേഞ്ചർ ആണ്. കാരണം ആ കമ്പനിക്ക് എന്താ നഷ്ടമാണോ, എപ്പോഴും അതെ അവര് സാലറി വളരെ കുറവാണല്ലോ കൊടുക്കുന്നത് എന്നൊരു ഇമേജ് പബ്ലിക്കിന്റെ ഇടയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവരും ഒന്ന് ലോ ജോബ് ഓഫർ റീഡ് ചെയ്ത് നോക്കിയേ.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഇനി നമ്മൾ നോക്കുന്നത് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ ആണ് കേട്ടോ. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ പറഞ്ഞില്ലേ ഞാൻ, നമ്മളുടെ സെയിം ഇൻഡസ്ട്രിയിലുള്ള നമ്മളുടെ അതേ ബിസിനസ് ചെയ്യുന്ന സെയിം ഇൻഡസ്ട്രിയിലുള്ള അതേ പൊസിഷൻ കൊടുക്കുന്ന ജോബ് ഓഫർ ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ സാലറി ആയിരിക്കും നമ്മൾ അവർക്ക് എന്ത് ചെയ്യുന്നത്, ഓഫർ ചെയ്യുന്നത്. ഇൻ ദിസ് ടൈപ്പ് salary offered to the applicant is at the par with a similar post in other organizations of the same industry. മറ്റു ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന അതേ സാലറി തന്നെയായിരിക്കും നമ്മൾ ആ ഒരു പോസ്റ്റിന് നമ്മുടെ ഓർഗനൈസേഷനും കൊടുക്കുന്നത്. Salary package offered is nearly equal to what the competitors are offering to equally qualified individual for such position. കോമ്പറ്റീറ്റേഴ്സ് കൊടുക്കുന്ന അതേ സാലറി പാക്കേജ് തന്നെയായിരിക്കും നമ്മുടെ കമ്പനി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെഗോഷിയേറ്റിംഗ് ഓൺ പാക്കേജ് ഇസ് നോട്ട് ടോട്ടലി ഡിനൈഡ്. ഇനി എംപ്ലോയീസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നടത്തിക്കുകയാണെങ്കിൽ അത് അവർക്ക് കമ്പനിക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ മാറ്റി കൊടുക്കും. ഫുള്ളായിട്ട് ഡിനൈ ചെയ്യില്ല. ഈവൻ വിത്തൗട്ട് ദ ഇന്റൻഷൻ ടു ഒഫൻഡ് ദ കമ്പനി, ഒഫൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ടോപ്പ് ഫൈനലിസ്റ്റ് ആർ യൂഷ്വലി നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ പ്ലേസ്ഡ് ബിഫോർ ദം. അപ്പൊ ടോപ്പ് ഫൈനലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അവർ കമ്പനിയിലേക്ക് ടോപ്പ് ഫൈനലിസ്റ്റ് ആയിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഈ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അവർ ചിലപ്പോൾ ഹൈ ജോബ് ഓഫറോ മാക്സിമം ജോബ് ഓഫർ ആയിരിക്കും അവരെന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് സിമിലർ ഇൻഡസ്ട്രിയിലുള്ള സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആ ഒരു പൊസിഷന് എത്ര രൂപയാണോ കോമ്പൻസേഷൻ കൊടുക്കുന്നത് അതേ എമൗണ്ട് നമ്മളുടെ എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോ സാധാരണയായിട്ട് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ ആണെങ്കിലും നമ്മുടെ കാൻഡിഡേറ്റ്സിന് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ടോപ്പ് ഫൈനലിസ്റ്റ് ഒക്കെ ആണെങ്കിൽ കോമ്പറ്റേറ്റീവ് ജോബ് ഓഫറിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണില്ല. അവർക്ക് ഹൈ ജോബ് ഓഫർ ആൻഡ് മാക്സിമം ജോബ് ഓഫർ ആയിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, എന്താണ് കോമ്പറ്റേറ്റീവ് ജോബ് ഓഫർ എന്നുള്ള റീഡ് ചെയ്തേ. ഓക്കെ, നെക്സ്റ്റ് ജോബ് ഓഫർ ആണ് ഹൈ ജോബ് ഓഫർ. In job offer, the total package offered is higher than the market rate. മാർക്കറ്റ് റേറ്റിനേക്കാളും കൂടുതൽ ഹയർ ആയിട്ടായിരിക്കും ഈ ജോബ് ഓഫർ നമ്മൾ എന്ത് ചെയ്യുന്നത്, എംപ്ലോയിക്ക് കൊടുക്കുന്നത്. നെഗോഷിയേഷൻ ഓൺ ദ പാക്കേജ് ഫർദർ മേ നോട്ട് ബി എൻറ്റയർലി ഡിനൈഡ്. ഇനി എംപ്ലോയീസ് കാൻഡിഡേറ്റ്സ് നെഗോഷിയേറ്റ് ചെയ്യാനുള്ള അവസരം നമ്മൾ കൊടുക്കുന്നുണ്ട്. The organization giving high job offer are considered more attractive among the employees for whom monetary benefits matter. അപ്പൊ മോണിറ്ററി ബെനിഫിറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഹൈ ജോബ് ഓഫർ കൊടുക്കുകയാണെങ്കിൽ അവർ നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഓൾസോ ബൂസ്റ്റ് ദ ഓർഗനൈസേഷൻ ഇമേജ്. ഓർഗനൈസേഷന്റെ ഇമേജ് ഇംപ്രൂവ് ചെയ്യാനും ഇത് കാരണമാകും. ടു സ്റ്റേ അവേ ഫ്രം എനി ഡിസിപ്ലിനറി among employees and to avoid more issue between them, the firm believe in giving the new hires a one-time incentive like a joining bonus, reallocation allowance, or early performance review, so that their salary instantly show an increase. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ സാലറി ഓഫർ ചെയ്യുന്നെങ്കിലും
ഈ അലവൻസുകൾ ഉണ്ടല്ലോ, എല്ലാ ബോണസും അലവൻസും കാര്യങ്ങളൊക്കെ കൂടി ജോയിൻ ചെയ്തിട്ടായിരിക്കും അവർക്കൊരു ഹൈ സാലറി എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം ദീസ് ഇനീഷ്യൽ പ്രിഫറൻസ്, their salary are kept at par with the other employees of the organization. മറ്റേ എംപ്ലോയീസിനെ പോലെ തന്നെ പാർ ആയിരിക്കും, സെയിം എമൗണ്ട് ആയിരിക്കും അവർക്ക് സാലറി ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ ഹൈ ജോബ് ഓഫർ ആയിട്ട് കൊടുക്കുന്നത് അതേ എമൗണ്ട് തന്നെയായിരിക്കും പിന്നീട് കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ സാലറി കൊടുക്കുന്നത്. അപ്പൊ ഹൈ ജോബ് ഓഫർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ കുറച്ചും കൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ജോബ് ഓഫർ ആണ് ഹൈ ജോബ് ഓഫർ. നമ്മുടെ മാർക്കറ്റ് റേറ്റിനേക്കാൾ ഹയർ ദാൻ ദ എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്ന ഓഫർ ചെയ്യുന്നത്. നെഗോഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും നമ്മൾ ഡിലേ ചെയ്യുന്നില്ല. നമ്മൾ ഹൈ ഓഫർ കൺസിഡർഡ് മോർ അട്രാക്റ്റീവ്, എംപ്ലോയീസിന്റെ ഇടയിൽ തന്നെ കുറച്ചുകൂടി മോർ അട്രാക്റ്റീവ് ആയിട്ടാണ് ഹൈ ജോബ് ഓഫർ കൺസിഡർ ചെയ്യുന്നത്. മോണിറ്ററി ബെനിഫിറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഹൈ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ കമ്പനിയുടെ ഇമേജും അവരെ ഇംപ്രൂവ് ചെയ്യും, കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. ഓക്കെ, അതേപോലെ പഴയ നമ്മുടെ എംപ്ലോയീസ് തമ്മിൽ മോറൽ ഇഷ്യൂ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന അതേ വർക്കിന് അവന് ഇത്രയും സാലറിയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുള്ളൊരു ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോ ഇവർക്ക് വേറെ എക്സ്ട്രാ ബെനിഫിറ്റ്സോ അലവൻസോ ബോണസോ ഒന്നും കൊടുക്കില്ല ഫേമിൽ നിന്ന്. മറ്റ് ബോണസുകൾ, അലവൻസ്, DMS അലവൻസ് അങ്ങനെ കാര്യങ്ങളൊന്നും അവർ ഈ ഹൈ ജോബ് ഓഫർ അക്സെപ്റ്റ് ചെയ്ത എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യില്ല. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ ഹൈ ജോബ് ഓഫർ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മാക്സിമം ജോബ് ഓഫർ ആണ്. In this type of offer, the firm is provide the best possible remuneration to the selected candidates. അപ്പോൾ സെലക്ടഡ് കാൻഡിഡേറ്റിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പോസിബിൾ ആയിട്ടുള്ള റിമ്യൂണറേഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫർദർ നെഗോഷിയേറ്റിംഗ് ഈസ് നോട്ട് അക്സെപ്റ്റഡ്, വീണ്ടും തർക്കിക്കുന്നത് അവർ അക്സെപ്റ്റ് ചെയ്യില്ല. വൺസ് ദ ഓഫേഴ്സ് മെയ്ഡ്, ഓഫർ മെയ്ഡ് ചെയ്തതിനു ശേഷം വീണ്ടും ആ ഒരു എമൗണ്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവർ അലോ ചെയ്യില്ല. എന്നുവെച്ചാൽ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റിമ്യൂണറേഷൻ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എനി ഓഫ് 3 ജോബ്സ്, ദാറ്റ് ഈസ് either a low or a competitive or a high offer. അപ്പോൾ ഒരു ജോബിനെ സംബന്ധിച്ച് ഈ 3 ടൈപ്പ് ഓഫർ ആകാം. The company very clearly specify that it has offered all it can afford for the post and convey its genuine interest in the finalist and leave it to the finalist to accept or reject the offer. നമ്മൾ 3 ഓഫറിനെ കുറിച്ച് പറഞ്ഞു, 4 ഓഫറിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഒന്ന് ലോ, കോമ്പറ്റേറ്റീവ്, ഹൈ ഓഫർ. അപ്പൊ ഈ 3 ഓഫർ ആണെങ്കിൽ ഓഫർ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ അവർക്ക് കൺവേ ചെയ്യാനായിട്ട് പറ്റില്ല, അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതേപോലെ അവർ സിൻസിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. It try to eradicate any kind of negative feeling which may arise in the mind of the finalists as offer might be below their expectation. ഈ നമ്മുടെ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവരുടെ എക്സ്പെക്ടേഷന് ബിലോ ആണെങ്കിൽ അവർക്ക് മേ ബി ഒരു നെഗറ്റീവ് ഫീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. This strategy work best when the organization offer a candidate a package that is less than his current package. ഈ ഒരു
എക്സ്പെക്ടേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ സാലറി നമുക്ക് ഓൾറെഡി നമുക്കൊരു 25,000 സാലറി കിട്ടുന്നുണ്ട്. നമ്മളോട് കമ്പനി പറയാണ് ഞങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 20,000 സാലറി തരാം. നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ എന്ത് ചെയ്യില്ല, ആ ഒരു ജോബിന് പോകില്ല. അപ്പോൾ കറന്റ് സാലറിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ജോബിലേക്ക് പോകില്ല. നമ്മൾ പറഞ്ഞത് മാക്സിമം ജോബ് ഓഫർ ആണ്. മാക്സിമം ജോബ് ഓഫർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് റെമ്യൂണറേഷൻ, ആ ഒരു കാൻഡിഡേറ്റ്സിന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റെമ്യൂണറേഷൻ ആണ് മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്നത്. പിന്നെ ഫർദർ നെഗോഷിയേറ്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് പറഞ്ഞിരിക്കാനൊന്നും പറ്റില്ല, കാരണം നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണത്. ഇനി നമ്മൾ മുകളിൽ പറഞ്ഞ 3 ജോബ് ഓഫർ ഉണ്ട്. ലോ ജോബ് ഓഫർ, കോമ്പറ്റീറ്റീവ് ജോബ് ഓഫർ, ഹൈ ജോബ് ഓഫർ. കമ്പനി ക്ലിയർലി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും അവരുടെ ഓഫർ ലെറ്ററിൽ ഈ ഒരു എമൗണ്ടിൽ കൂടുതൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാനായിട്ട് അഫോർഡബിൾ അല്ല, ഈ ഒരു പോസ്റ്റിന് ഞങ്ങൾ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു റിക്വസ്റ്റും കാര്യങ്ങളും അവർക്ക് പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ സപ്പോസ് നമുക്ക് ഓഫർ ചെയ്യുന്ന എമൗണ്ട് നമ്മൾക്ക് കറന്റ് കിട്ടുന്ന സാലറിയിൽ കുറവാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഫീലിംഗ് റൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ സാലറി കുറവല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് കുറച്ചൊരു ഹയർ ആയിട്ടൊരു സാലറി പാക്കേജ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ മാക്സിമം ജോബ് ഓഫർ എന്ന് പറയുന്നത് ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ ഉള്ളൂ. ബാക്കി ആ മുകളിൽ പറഞ്ഞോളം 3 ഓഫർ ഒന്ന് കമ്പയർ ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഇനി നമ്മൾ നോക്കുന്നത് കണ്ടന്റ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. നമ്മൾ എംപ്ലോയ്മെന്റ് ഓഫറിന്റെ കണ്ടന്റുകളാണ് നമ്മൾ നോക്കുന്നത്. അത് എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറയുന്നത് ഓഫറിംഗ് ദ ജോബ് പൊസിഷൻ. നമ്മൾ ഏത് ജോബിനാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, ആ ഒരു ഓഫർ ലെറ്റർ വന്നിരിക്കുന്നത് ഏത് പൊസിഷൻ ആണ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. റെമ്യൂണറേഷൻ ഇൻക്ലൂഡ്, നമുക്ക് സാലറി സ്കെയില് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എംപ്ലോയീസ് ബെനിഫിറ്റ്സ്, നമുക്ക് സാലറി കൂടാതെ മറ്റെന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടാവും. പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് സാലറി ഇൻക്രിമെന്റ് പീരീഡ്, നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് എത്ര മാസത്തിനുള്ളിലാണ്. അതുപോലെ തന്നെ സാലറി ഇൻക്രിമെന്റ് പീരീഡ് എങ്ങനെയാണ്, ഒരു 3 months കൂടുമ്പോൾ സാലറി കൂട്ടും, അങ്ങനെ ഒരു കാര്യം പറയാം. അല്ലെങ്കിൽ 6 monthsനുള്ളിൽ സാലറി ഇൻക്രിമെന്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് ജോയിനിങ്, എന്നാണ് നമ്മൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന ഡേറ്റ്. പ്ലേസ് ഓഫ് ജോയിനിങ്, ചിലപ്പോൾ നമ്മൾ ആ ഒരു കമ്പനിയില് മറ്റു ബ്രാഞ്ചിലായിരിക്കും ചിലപ്പോൾ ജോയിൻ ചെയ്യുന്നതായിട്ട് വരുന്നത്. സോ ആ ബ്രാഞ്ചിന്റെ പേര്, പ്ലേസും കാര്യങ്ങളും പറയും. പർട്ടിക്കുലർ കണ്ടീഷൻ ഓഫ് ദ ജോബ് ഓഫർ, ഞാൻ പറഞ്ഞ കണ്ടീഷണൽ ജോബ് ഓഫറിന്റെ കേസ് പോലെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ദ കമ്പനീസ് പോളിസി, നമ്മുടെ കമ്പനിയുടെ പോളിസിനെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് ആ ഒരു ഓഫർ ലെറ്ററിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഓഫറിൽ പറഞ്ഞിട്ടുണ്ടാവും. സ്പേസ് ഓർ ലൈൻ ഓഫ് സൈൻ ഫോർ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ, നമ്മൾ ആ ഓഫർ ലെറ്ററിൽ എവിടെയാണ് എംപ്ലോയർ സൈൻ ചെയ്യുന്നത് എവിടെയാണ് എംപ്ലോയി സൈൻ ചെയ്യുന്നത് എന്നുള്ള സ്പേസ് ഉണ്ടാവും. സ്പേസ് ഫോർ ഡേറ്റ് ഓഫ് സിഗ്നേച്ചർ ലൈൻ, ആ ഡേറ്റ് സിഗ്നേച്ചർ സൈൻ ചെയ്ത ഡേറ്റ് എന്താണെന്നുള്ളതിന്റെ ഒരു സ്പേസും കൂടി ആ ഒരു ഓഫർ ലെറ്ററിൽ കാണും. സാധാരണയായിട്ടൊരു ഓഫർ ലെറ്ററിന്റെ ഒരു സാമ്പിൾ ആണ് ഈ ഒരു സാമ്പിൾ ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. കമ്പനി ഇൻഫർമേഷൻ, അത് കമ്പനിയുടെ ലെറ്റർ ഹെഡും കാര്യങ്ങളും ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവും, നെയിം ഓഫ് റെസിപ്റ്റന്റ്, ആർക്കാണ് അയക്കുന്നത്, ടൈറ്റിൽ, നെയിം ഓഫ് ദ കമ്പനി, അഡ്രസ് ഓഫ് ദ കമ്പനി, നമ്മൾ ഒരു എംപ്ലോയിയുടെ നെയിം, റെസിപ്റ്റന്റ് നെയിം,
അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയുടെ നെയിം ആണെങ്കിൽ കമ്പനിയുടെ നെയിം, ഒഫീഷ്യൽ പേഴ്സണൽ അഡ്രസ് ആണെങ്കിൽ ആ ഒരു പേഴ്സണൽ അഡ്രസ് ആയിരിക്കും അവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഡിയർ ആ ഒരു പേര്, എംപ്ലോയിയുടെ പേര്, കാൻഡിഡേറ്റ്സിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. It is matter of great pleasure for us to give you an offer of employment at the dash company. നമ്മുടെ കമ്പനിയിൽ ഇങ്ങനൊരു ഓഫർ കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. We hope your knowledge, skill, ability and experience will prove to be our asset for our company. നമ്മുടെ കമ്പനിക്ക് നിങ്ങളുടെ എബിലിറ്റി, നോളജും സ്കിൽസും എക്സ്പീരിയൻസും അസറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു. As per the conversation, അത് ഇന്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഭാഗമായിട്ട് the position is dash. അക്കൗണ്ടന്റ് പൊസിഷൻ ആണെങ്കിൽ പൊസിഷൻ എന്താണ്? അക്കൗണ്ടന്റ് ആണ്. Your date of joining will be, joining date എന്നാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടാവും. The enclosure of the employee handbook give a brief detail about medical and retirement gains offered by the company. നമ്മൾ ഈ ഒരു ഓഫർ ലെറ്ററിനൊപ്പം എംപ്ലോയി ഹാൻഡ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കിട്ടുന്ന മെഡിക്കൽ ആൻഡ് റിട്ടയർമെന്റ് ഗെയിംസിനെ കുറിച്ചിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. If you accept this offer, you have put your signature on second copy of the particular offer letter. It provide a space and return back to us. നിങ്ങൾ ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓഫർ ലെറ്ററിന്റെ സെക്കൻഡ് കോപ്പിയിൽ സൈൻ ചെയ്തിട്ട് അത് ഞങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് അയച്ചു തരണം. For your convenience, a stamp and self-addressed envelope is enclosed therein. അപ്പോൾ നമ്മൾ ഈ ഒരു ഓഫർ ലെറ്ററിനൊപ്പം ഒരു സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പും സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള സെൽഫ് അഡ്രസ്ഡ് എൻവലപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എൻവലപ്പിൽ നിങ്ങൾ സൈൻ ചെയ്തതിനു ശേഷം അത് നമുക്ക് തിരിച്ച് സെൻഡ് ചെയ്ത് തരണം. Looking forward to welcome you as our new employee and working with our company. നമ്മുടെ കമ്പനിയിലെ പുതിയൊരു എംപ്ലോയി ആയിട്ട് ഞങ്ങള് പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങളെ എന്ത് ചെയ്തു ക്ഷണിക്കുന്നു എന്നൊക്കെ പറഞ്ഞ താങ്ക്സ് ആൻഡ് റിഗാർഡ്സ് യുവർ നെയിം, നമ്മൾ ടൈറ്റിൽ ആൻഡ് ക്ലോഷർ, നമ്മളുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതി അത് എന്ത് ചെയ്യുന്നു താങ്ക് യു ഒക്കെ പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യും. ഇതാണ് ഒരു ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. ഒരു സാമ്പിൾ ആണ് ഓഫർ ലെറ്ററിന് കിട്ടുന്ന സാമ്പിൾ ലെറ്റർ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് സാമ്പിൾ ലെറ്റർ. നിങ്ങൾ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മേ ബി ഫസ്റ്റ് ഇന്റർവ്യൂലൊക്കെ തന്നെ ജോബ് ഓഫർ കിട്ടുകയാണെങ്കിൽ ഈ ഓഫർ ലെറ്റർ നമ്മുടെ കയ്യിലേക്ക് വരും. അത് വളരെ ഒരു പ്രൗഡ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. ഓഫർ ലെറ്റർ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി നമ്മുടെ കഴിവും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് ഓഫർ ലെറ്റർ കിട്ടാന്ന് പറയുന്നത്. ഇതിലാരൊക്കെ PSC ട്രൈ ചെയ്യുന്നുണ്ട്? ഇല്ല. ചില ക്ലാസ്സുകളിൽ ചിലപ്പോൾ PSC നോക്കുന്ന കുട്ടികളുണ്ടാവും. അവരെയൊക്കെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് ഈ ഓഫർ ലെറ്റർ കിട്ടാന്നുള്ളത്. ഇനി കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ആണ്. ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. The term contract of employment or employment contract. ചില ഓർഗനൈസേഷനിൽ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് നമ്മൾ സൈൻ ചെയ്യണം. ഇത്ര വർഷം നമ്മൾ ആ ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കണ്ടീഷൻസ് ആ ഒരു കോൺട്രാക്റ്റിൽ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. The term contract of employment or employment contract is a type of contract between employee and employer. Employer and employee തമ്മിലുള്ള ഒരു കോൺട്രാക്ടിനെയാണ് employment contract എന്ന് പറയുന്നത്. It is a document that details the responsibilities, right, obligation of the employer and employee. ഒരു എല്ലാ എംപ്ലോയറുടെയും എംപ്ലോയറിന്റെയും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടും റൈറ്റ്സിനെ കുറിച്ചിട്ടും ഒബ്ലിഗേഷൻ ഉത്തരവാദിത്തത്തെ കുറിച്ചിട്ടുമാണ് അവിടെ പറയുന്നത്. Previously, contract of employment were mostly verbal. പണ്ട് വെർബൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിരുന്നു കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഓറൽ ആയിട്ടായിരിക്കും പറയുന്നത്. സോ നമുക്ക് അതിനൊരു പ്രൂഫും കാര്യങ്ങളും ഇല്ല. നമുക്ക് പിന്നീട് എന്തെങ്കിലും കേസിനോ കാര്യങ്ങൾക്കോ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പ്രൂഫ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് റിട്ടേൺ ഫോം കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. It was beneficial to the employer because employee have had no conflict right to their employment and the employer can fire them for any reason. അപ്പൊ ശരിക്കും പറഞ്ഞാല് എംപ്ലോയർക്കായിരുന്നു അങ്ങനെ ഓറൽ കോൺട്രാക്ട് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. കാരണം എംപ്ലോയിക്ക് എപ്പോ വേണമെങ്കിലും എംപ്ലോയറിനെ ഫയർ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ്. ദെൻ നോ കോൺഫ്ലിക്റ്റ് റൈറ്റ്, എംപ്ലോയിക്ക് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൈറ്റ്സ് കാര്യങ്ങളില്ല.
In modern times, contract of employment are usually in written. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ contract of employment written ആണ്. A contract of employment contains several major components which outline the rights and responsibility of both employee and employer. അപ്പോൾ contract of employment എന്ന് പറയുന്നത് ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് തന്നെയാണ്. അതിൽ എംപ്ലോയിയുടെയും എംപ്ലോയിയുടെ റൈറ്റ്സും റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. ഞാൻ ഇത്ര വരെ എടുത്ത പോർഷൻസ്. കണ്ടന്റ് ഓഫ് ഓഫർ ഓഫ് എംപ്ലോയ്മെന്റ് മുതൽ കോൺട്രാക്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വരെ ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, ഇനി നമ്മുടെ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അതില് റേറ്റ് ഓഫ് പേനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ എത്ര റേറ്റ് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എമൗണ്ട് ഓഫ് റെഗുലറേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. A contract of employment must include the terms and conditions relating to the employee's payment. അപ്പോൾ നമ്മൾ എംപ്ലോയീസ് പേയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചിട്ട് അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ദ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ പേയ്മെന്റ് നമുക്കറിയാം, നമ്മൾ സാലറി കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കമ്പനിയെ സംബന്ധിച്ച് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. സോ ആ ഒരു മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ പേയ്മെന്റ് ക്ലിയർലി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓൺ ദ അതർ ഹാൻഡ്, bonus, commission, and any other payment which an employer receives should also be mentioned in employment contract. ഇനി നമ്മൾ മറ്റെന്തെങ്കിലും പേയ്മെന്റ്സ്, ബോണസോ കമ്മീഷൻസോ കാര്യങ്ങളോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ കണ്ടന്റ് ആണ് റേറ്റ് ഓഫ് പേ. എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ആദ്യം വരുന്ന കണ്ടന്റ് ആണ് റേറ്റ് ഓഫ് പേ. നമ്മൾ എത്ര രൂപയാണ് പേയ്മെന്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് പേയ്മെന്റിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് പേയ്മെന്റ്, നമ്മൾ പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്, ഇനി മറ്റെന്തെങ്കിലും ബോണസോ കമ്മീഷൻസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇനി അവേഴ്സ് ഓഫ് വർക്കിംഗ് അവേഴ്സിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഡിസൈഡിങ് മിനിമം അവേഴ്സ് ഓഫ് വർക്ക് ഈസ് ഡിഫിക്കൽട്ട് ഫോർ ബോത്ത് എംപ്ലോയി ആൻഡ് എംപ്ലോയർ. അപ്പൊ മിനിമം അവേഴ്സ് ഓഫ് വർക്ക് എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞാല് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് ആണ്. എന്നിരുന്നാലും നമ്മൾ വർക്കിംഗ് അവേഴ്സ് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. The employer takes the guarantee of the workers that the workers is available for those working hours. Employer guarantee ചെയ്യണം ആ പറയുന്ന അവേഴ്സിൽ വർക്ക് ചെയ്യാനായിട്ട് അവർ കേപ്പബിൾ ആണ് എന്നുള്ളത്. And employer will have to pay for the workers for those working hours even if there is no work. Employer വർക്കിംഗ് അവേഴ്സിൽ അവർക്കുള്ള പേയ്മെന്റ് കൊടുക്കണം. ഇപ്പോൾ നമ്മള് എന്തെങ്കിലും കാര്യം കൊണ്ട് അത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടതായി വന്നാൽ
ആ ഒരു ദിവസത്തെ സാലറി നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഹാവിംഗ് എ ഹൈ നമ്പർ ഓഫ് മിനിമം വർക്കിംഗ് അവേഴ്സ് ഇൻ എ വീക്ക് പ്രൊവൈഡ് guaranteed amount of money to the workers. ഇത്ര നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ്, 48 അവേഴ്സ് വർക്ക് ഉണ്ടാവും എന്നുണ്ടെങ്കിൽ അത് മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് അവേഴ്സ് ആണ്. അത് അത്രയും എമൗണ്ട് ഓഫ് സാലറി നമ്മൾ അവർക്ക് കൊടുക്കണം. If the workers fail to perform the work in those hours, then it is reduce the flexibility of the work and may result in some disciplinary action against him. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ടൈമിൽ അവർ വർക്ക് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ ഡിസിപ്ലിനറി ആക്ഷൻസും കാര്യങ്ങളും എടുക്കും. കാരണം അവർ അത് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻസും കാര്യങ്ങളും എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യത്തെ 2 പോയിന്റ് മാത്രം പറഞ്ഞോളൂ, റേറ്റ് ഓഫ് പേ, വർക്കിംഗ് അവേഴ്സും. നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് ഡേ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ബാക്കിയുള്ള കണ്ടന്റ്സും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. മാം ഒരു സംശയം ഉണ്ടായിരുന്നു. കണ്ടൻസ് ഓഫ് എംപ്ലോയ്മെന്റ് ഇല്ലേ, അതിന്റെ ഉള്ളിൽ 9 ഉം 10 ഉം പോയിന്റ്സും മനസ്സിലായി. കണ്ടൻസ് ഓഫ് 9 ഉം 10 ഉം അതില്ലേ മോനെ, ഞാനിപ്പോ പറഞ്ഞ സെക്കൻഡ് കോപ്പി വേണമെന്ന് പറഞ്ഞില്ല. ഓഫർ ലെറ്ററിന്റെ സെക്കൻഡ് കോപ്പി നമ്മൾ അയക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ സൈൻ ചെയ്ത് അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഈ ഓഫർ ലെറ്ററിൽ ഇഫ് യു അക്സെപ്റ്റ് ദ ഓഫർ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് കോപ്പിയിൽ നമ്മൾ സൈൻ ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട്. തിരിച്ച് നമ്മൾ അവർക്ക് സൈൻ ചെയ്ത് ഓഫർ ലെറ്റർ, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ലെറ്റർ തിരിച്ചയക്കണം. അപ്പൊ അതിനുള്ള സ്പേസ് എംപ്ലോയർ സൈൻ ചെയ്യാനുള്ള സ്പേസ്, ആ ഒരു സൈൻ ചെയ്യുന്ന ലൈനും അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതായത് നമുക്ക് HR പറയണത് നമുക്കൊരു മെയിൽ കിട്ടിയിട്ടുണ്ടാവും, ആ മെയിൽ നമുക്ക് തിരിച്ചയക്കണം, റിവേർട്ട് ചെയ്യണം എന്ന് പറയണം, അതാണോ അത്? ഞാൻ പറയുന്നത് ലെറ്ററിന്റെ കാര്യമാണ്, ഓഫർ ലെറ്ററിന്റെ കാര്യമാണ്. നമുക്ക് ഓഫർ ലെറ്റർ ഉണ്ടാവും, റിട്ടേൺ ആയിട്ട് വരുന്ന ലെറ്റർ, അതിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, മെയിലിന്റെ കേസിലാണെങ്കിൽ നമ്മൾ റിപ്ലൈ ആയിരിക്കും അയക്കുന്നത്, ഫീഡ്ബാക്കോ റിപ്ലൈ ആയിരിക്കും നമ്മൾ തിരിച്ചയക്കുന്നത്. ഇത് ഈ ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോപ്പി അവർക്ക് കൊടുക്കണത്, അതാണോ ഈ ഉദ്ദേശിക്കുന്നത്? ഇതല്ല, അങ്ങനെയല്ല കേട്ടോ. നമ്മളെ ഓഫർ ലെറ്റർ റിട്ടേൺ ആയിട്ടാണ് അവർ നമുക്ക് അയക്കുന്നത് വിചാരിക്കുക. ഓഫർ ലെറ്റർ നമുക്ക് റിട്ടേൺ ആയിട്ട് വരുമ്പോൾ അതിന് 2 കോപ്പി ഉണ്ടാവും. 2 കോപ്പി ഉണ്ടെങ്കിൽ നമ്മൾ അത് സൈൻ ചെയ്യുന്ന സ്പേസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു സൈൻ ചെയ്ത് തിരിച്ചയക്കേണ്ട ഒരു സ്പേസ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഡേറ്റും, എന്താണ് സൈൻ ചെയ്തത്, എന്താണ് നമ്മൾ ആ ഓഫർ അക്സെപ്റ്റ് ചെയ്തെന്നുള്ളത് അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ സമയത്തൊക്കെ ചില കേസുകളിൽ ഓഫർ ലെറ്റർ കൊടുക്കാറുണ്ട്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഓഫർ ലെറ്റർ കൊടുക്കും. ഒരു ഡോക്യുമെന്റ് പോലെ നമ്മളത് സൈൻ ചെയ്ത് അപ്പൊ തന്നെ നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിന് അത് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്തതായിട്ട് വരും. അങ്ങനത്തെ കേസുകളിൽ ആ ഒരു എംപ്ലോയി സൈൻ ചെയ്ത പ്ലേസും എംപ്ലോയർ സൈൻ ചെയ്ത പ്ലേസും എവിടെയാണ്, എന്നാണ് ആ ഡേറ്റ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.